ഈ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെതിരെയുള്ള കേസിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ ചില നിർണായകമായ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ വാക്കാലെങ്കിലും കോടതി പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരപരിധിയിൽ വരുന്നതാണ്. രണ്ടാമത് പറഞ്ഞത് ആധാർ എന്ന് പറയുന്നത് ഒരാൾക്ക് വോട്ടവകാശം സിദ്ധിക്കാനുള്ള അവകാശരേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ചേട്ടൻ അത് കോടതി നടപടിക്രമങ്ങൾ നോക്കിയായിരുന്നോ? എന്താണ് ഇന്നലെ കോടതി നടന്നത്? ഇവരുടെ ആവശ്യം 65 ലക്ഷം വോട്ടർമാരെ ഈ SIR വഴിക്ക് പുറത്താക്കിയിട്ടുണ്ട്. വോട്ടർമാരല്ല, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ, അതാണല്ലോ SIR. ആ 65 ലക്ഷം ആൾക്കാരുടെ ഡീറ്റെയിൽസ് വേണം. 65 ലക്ഷം പേരുടെ. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇത് പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞുള്ള ലിസ്റ്റാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ നിർവാഹമില്ല. അത് പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ഒക്കെ മറ്റുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരതിൽ പരാതി ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 31-നകം, സെപ്റ്റംബർ 1 മറ്റോ ആണ് ഇതിൻ്റെ പേര്, അപ്പം 31-നകം ഒരു മാസമുണ്ട്. ആ മാസത്തിനകം അവർ ഒബ്ജക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്താക്കിയവരെ തിരിച്ചകത്താക്കുക, ഇതുപോലത്തെ പരിപാടികളെല്ലാം ചെയ്തിട്ട് ലിസ്റ്റ് ഫൈനലാകും. ലിസ്റ്റ് ഫൈനലായി കഴിഞ്ഞാൽ ഈ കേസിന് പോയ ADR എന്ന് പറയുന്ന ഭൂലോകത്തൊരപ്പൻ സോറോസിൻ്റെ സാധനമുണ്ട്, അവർക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും, ഈവൻ ഇൻ്റർനാഷണൽ ആൾക്കാർക്ക് ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അത് കാണും. ഈ പകുതി വെന്ത ഇൻഫർമേഷൻ കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു എന്തെങ്കിലും കൊടുക്കുക, അവരൊരു കേസുമൊക്കെ ആയിട്ട് വന്നതല്ലേ. ഇവർ പറഞ്ഞു ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, അത് കൊടുക്കാം. അതായത് അവിടെ സ്ഥിരതാമസമല്ലാത്തവർ, മരിച്ചുപോയവർ, പിന്നെ അത് ഞാൻ മറന്നുപോയി, 3 കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. 65 ലക്ഷം പേര്. ആ കാറ്റഗറിയിൽ എത്ര പേര് പെടുന്നു എന്ന് ഞങ്ങൾ ബ്രോഡായിട്ട് ഇവരോട് പറയാം. മരിച്ചുപോയവരുടെ കാറ്റഗറിയിൽ 20 ലക്ഷം, സ്ഥലത്തില്ലാത്തത് 25 ലക്ഷം, ബാക്കി 3ാമത്തെ കാറ്റഗറി ഇത്ര ലക്ഷം എന്ന് പറഞ്ഞ് കൊടുക്കാം. അതിൽ കവിഞ്ഞുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ വകുപ്പില്ല. അവർ പറഞ്ഞു ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1956, ആ ആക്റ്റും അതിൻ്റെ ചട്ടങ്ങളും വെച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ ചട്ടങ്ങളിൽ എന്തൊക്കെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണോ അത് മുഴുവൻ ഞങ്ങൾ ലഭ്യമാക്കാൻ തയ്യാറാണ്. അതിനപ്പുറത്തേക്ക് ലഭ്യമാക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കില്ല. അതിനപ്പുറത്തേക്കുള്ളത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പുലിവാല് പിടിക്കുക, പിന്നെ അത് കേസ്, ഇങ്ങനെ അനന്തമായിട്ട് നീളാൻ പറ്റില്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം. റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കൊടുക്കണം, കൊടുത്തിട്ടുണ്ട്. അവർ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒബ്ജക്ഷൻ ഉള്ളവർ എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്, ADR ഒഴിച്ച്. ADR എന്താ? ഡെമോക്രസി നന്നാക്കുന്ന ഡെമോക്രാറ്റിക് റിഫോംസ്. ഇവർക്ക് മാത്രമേ ഇതിൽ പരാതിയുള്ളൂ. ഇതെന്തോ ആ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിൽ നിന്ന് ഗ്രാൻഡ് വാങ്ങിച്ച് ഇത് നല്ല കാര്യത്തിന് തുടങ്ങിയതാണ് കേട്ടോ. ഗുജറാത്തിലെ ചില പ്രൊഫസർമാർ അവരൊക്കെ കൂടിയാണ് ADR ആദ്യം ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വിദേശ ശക്തികൾ അത് കൊണ്ടുപോയി. അതിനുശേഷമാണ് പ്രശാന്ത് ഭൂഷണൊക്കെ വരുന്നത്. അന്ന് ഗുജറാത്തിൽ ഇവരിത് ചെയ്യുന്നത് കോൺഗ്രസ് സർക്കാരിനെ പരിഭ്രമത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പരിഭ്രമത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ പോലും അവർ ഈ റിയൽ പ്രശ്നങ്ങൾ മാത്രമേ ഉന്നയിച്ചിരുന്നുള്ളൂ, ഈ പ്രൊഫസർമാരും ഇവരുമൊക്കെ ചേർന്നിട്ട്. ബട്ട് അവർക്ക് ബ്രോഡ്ലി അവർ ഇടതുപക്ഷമായിരുന്നു. അപ്പോൾ കോൺഗ്രസ്സിനെ താഴെ ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശം അതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ ഈ വോട്ടർ പട്ടികയിൽ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് വലുതാക്കിയിട്ടൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നു അവർ. കോൺഗ്രസ് പോയി BJP വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. 2014 ഇവരുടെ അണ്ടം കയറിപ്പോയി ADRൻ്റെ. കാരണം ഇങ്ങനൊരു മാറ്റമല്ല അവർ പ്രതീക്ഷിച്ചത്. കോൺഗ്രസ് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരും, അതോടെ പിന്നെ ADR പൂട്ടിക്കെട്ടി, പിന്നെ അവർ ഭരണത്തിലെത്തിയല്ല. അപ്പോൾ യോഗേന്ദ്ര യാദവ് മന്ത്രിയാകും, പ്രശാന്ത് ഭൂഷൺ മന്ത്രിയാകും, അവർ ഭരിക്കും, നമുക്കൊന്ന് സുഖിക്കണം എന്നൊക്കെ പറഞ്ഞ് അത് നടക്കാതെ നരേന്ദ്രമോദി കയറി പ്രധാനമന്ത്രിയായി. അപ്പോൾ ഇവർക്ക് കണ്ണ് കാണാൻ മേലാതെയായി. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അവിടുന്ന് പൈസ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിൽ വർക്ക് ചെയ്യുന്നൊരു സാധനമായിട്ട് ADR മാറി. അവർ ചൈന, ഉത്തര കൊറിയ, ഞാൻ ഈ ഗ്രോക്കിനോട് അതോ ജെമിനിയോട് ഞാനിത് ചോദിച്ചിരുന്നു, ഈ ജനാധിപത്യം നന്നാക്കുന്ന പരിപാടി ചൈനയിലും ഉത്തര കൊറിയയിലും ഒന്നും വേണ്ടേ? അല്ല, അത് അവിടെ അനുവദനീയമല്ല.
അനുവദിച്ച സ്ഥലത്ത് കുതിര കയറുക, അനുവദിക്കാതെ തള്ളി കിട്ടുന്നു വന്നു കഴിഞ്ഞാൽ മാറിക്കളയുക. ഇതാണ് ADRൻ്റെ പരിപാടി. ഇപ്പോൾ ADRനടക്കം ഞങ്ങൾ ഈ ഫൈനൽ ലിസ്റ്റ് വെബ്സൈറ്റിലിടും. ആർക്കാ എന്താണെന്ന് വെച്ചാൽ പരിശോധിക്കാം. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, അല്ല അവർ പറയുന്നത് ന്യായമല്ലേ. അപ്പോൾ കപിൽ സിബൽ പറഞ്ഞു, ഇവരുടെ കയ്യിൽ ഈ കടലാസൊന്നും ഇല്ല ബീഹാറിലെ ആൾക്കാരുടെ അടുത്ത്. ഇപ്പം നാട്ടിലെല്ലാവരുടെയും കയ്യിലുള്ള കടലാസ് ബീഹാറിൻ്റെ കയ്യിൽ മാത്രമേ ഇല്ലാതെയാകുന്നു. ഇങ്ങനെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇല്ല എന്ന് ഈ മാന്യൻ പറയുന്നു. ഈ കടലാസൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ കണ്ടെത്തി ഇവർ തന്ന കടലാസുകൾ വെച്ചിട്ട് BLOമാർ പോയി അതാത് വീട്ടിൽ പരിശോധിച്ചിട്ട് ഈ കടലാസെല്ലാം നോക്കി മരിച്ചു പോയവരെയും നാട്ടിലില്ലാത്തവരെയും മാറ്റി. അപ്പോൾ നാട്ടിലില്ലാത്തവർ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് അതൊക്കെ പരിശോധിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. നാട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് ഉടനെ അയാളുടെ പേര് വിട്ടുകയില്ല. അയാൾ നാട്ടിലില്ല, അയാൾ മഹാരാഷ്ട്രയിൽ പോയിരിക്കുകയാണ്, ജോലി അയാൾക്ക് മഹാരാഷ്ട്രയിലാണ്, അടുത്ത മാസം വരും. അത് ശരിയാണോ എന്ന് 3-4 പേരോട് ചോദിച്ചിട്ട് അത് ശരിയാണ്. മഹാരാഷ്ട്രയിൽ അയാളുടെ മൊബൈൽ നമ്പർ വിളിച്ച് ചോദിച്ചു, ശരിയാണ്. അപ്പോൾ അയാൾ അടുത്ത മാസം വരും, അല്ലെങ്കിൽ അടുത്ത വർഷം വരും. എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ പരിശോധിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട്. ഇനിയും പരാതി ഉണ്ടെങ്കിൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് കോപ്പി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ട് ദാറ്റ് റിവിഷൻ ഈസ് ഗോയിങ് ഓൺ. നൗ വാട്ട് ഈസ് റിമെയിനിങ്? അല്ല, ഈ വോട്ടർ പട്ടിക കുഴപ്പമാണെന്നല്ലേ രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ബീഹാറിൽ നടപടികൾ എടുക്കുന്നത്, കോടതി വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെയും എതിർക്കുവാണല്ലോ രാഹുൽ. രാഹുൽ ഗാന്ധിയുടെ വലിയ തമാശയാണ്. ഈ ഒരു സിമ്പിൾ ചോദ്യം ഒരു പത്രപ്രവർത്തകൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നു വോട്ടർ പട്ടികയിൽ കൃത്രിമമാണ്, കള വോട്ടർമാരുണ്ട്. ശരി, അത് മാറ്റാനുള്ള SIR. അപ്പോൾ SIRനെ നിങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് പത്രസമ്മേളനത്തിൽ ഈ ചോദ്യം വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയാമോ? SIR നമുക്ക് വേറെ ചർച്ച ചെയ്യാം. SIR അലഗല്ലല്ലോ. SIRലെ പ്രശ്നമല്ലേ ഈ ഉന്നയിച്ചിരിക്കുന്നു മഹാദേവപുര. കർണാടകയിലെ SIR നടക്കുന്നില്ലെന്നേ ഉള്ളൂ. ബട്ട് SIRൽ ഇത്തരം പ്രശ്നങ്ങളാണ് അവർ എടുത്തിട്ട് വോട്ടർമാരെ പുറത്താക്കുക, അകത്താക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളി പറയാം അല്ലല്ല SIR വേറെ. SIR ഹം ബീഹാർ മേ ബാത് കരേംഗെ. അതിനെപ്പറ്റി ബീഹാറിൽ മാത്രമേ പറയുള്ളൂ. ബീഹാറിന് പുറത്ത് പുള്ളി SIRനെ പറ്റി പറയില്ല. ഇപ്പോൾ മമതാ ബാനർജി SIR നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മമതാ ബാനർജിയുടെ അത്ഭുതകരമായ പ്രസംഗമാണ് കേട്ടോ. അവർ പറഞ്ഞു ഹം വോട്ട് കാട്ട്നെ നഹി ദേംഗെ, വോട്ട് ജോഡ്നെ നഹി ദേംഗെ. വോട്ടർ പട്ടികയിൽ ബംഗാളിൽ ഒരൊറ്റ വോട്ടറെ പട്ടികയിൽ നിന്ന് മാറ്റാനും സമ്മതിക്കില്ല, പുതിയ വോട്ടറെ ചേർക്കാനും സമ്മതിക്കില്ല. വോട്ടർ പട്ടിക ബംഗാളിൽ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ എങ്ങനെ നടക്കും? ഈ വോട്ടർ പട്ടിക വെച്ച് നടക്കും ഇപ്പോഴുള്ള. അപ്പോൾ 15 വർഷം മുമ്പ് അവർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വോട്ടർ പട്ടിക ഉണ്ടല്ലോ, ആ പട്ടിക മതി. അങ്ങനെ പറഞ്ഞാൽ നടക്കുമോ? നടക്കുമോ ഇല്ലെന്ന് നടത്തും എന്നാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. ഹം ഘരാവോ കരയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസറോ ആരെങ്കിലും വരികയാണെങ്കിൽ അയാളെ ഘരാവോ ചെയ്യുക, എന്നെ വിളിച്ച് പറയുക, ഞാൻ കൈകാര്യം ചെയ്യും. പക്ഷെ മമത അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ അവരത് ചെയ്യും. 2 മണ്ഡലങ്ങളിൽ ഇലക്ഷൻ ഓഫീസർമാർ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അനധികൃതമായ ആളുകളെ ചേർത്തു എന്ന് കണ്ടെത്തി. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരെ സസ്പെൻഡ് ചെയ്യാൻ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു. ചീഫ് സെക്രട്ടറി ചെയ്തില്ല. സർക്കാർ ചെയ്യത്തില്ല എന്ന് മമത പറയുന്നു. ചെയ്യില്ല. അവർ പറയുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഇത്തരം ഉത്തരവുകൾ നിലവിൽ വരുന്നത്. അതുവരെ സ്റ്റേറ്റ് സർക്കാരാണ് അവരെ ഭരിക്കുന്നത്. അതൊരു ശരിയല്ലേ? ഒരാളെ മാറ്റണമെന്ന് ഇലക്ഷൻ കമ്മീഷന് പറയാം, അത് ഇലക്ഷൻ്റെ സമയത്ത് അവരാണ് തീരുമാനിക്കുന്നത്. ബട്ട് മോഡൽ കോണ്ടക്റ്റ് വരുന്നതിന് മുമ്പും അത് കഴിഞ്ഞതിന് ശേഷവും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലല്ലേ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം, ജില്ലാ കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസറൊക്കെ. ഇലക്ഷൻ വരുന്ന ആ സമയത്ത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ അധികാരം വരുന്നത്. അതിനു മുമ്പ് നിങ്ങൾ പുറത്താക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ ക്രമക്കേട് നടത്തിയത് കണ്ടെത്തിയെങ്കിൽ ആ ക്രമക്കേട് പരിഹരിക്കാം, അല്ലാതെ അവരെ സ്ഥലം മാറ്റാൻ പറ്റില്ല. നമ്പർ 2, ഈ മമതാ ബാനർജി ഒരു ലോജിക്ക് നിയമമൊന്നും വെച്ചല്ല. അവർ വെസ്റ്റ് ബംഗാൾ അവരുടെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ്. അവിടെ അവർ പറയുന്നത് നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്. അതിൻ്റെ പ്രസംഗം യൂട്യൂബിലുണ്ട്. हम वोट काटने नहीं देंगे, हम जोड़ने नहीं देंगे. अगर कोई BLO FLO आपके घर में आता है तो मुझे बताओ, घर आओ करो सबको. അവർ വെച്ചാൽ അവരിതിനു മുമ്പ് ED അവർ കയറ്റിയോ, CBI അവർ കയറ്റിയോ, BSFനെ വിടാൻ പറഞ്ഞു. BSFനെ അവർ തടഞ്ഞു.
ഷീസ് എ ലോ ഓൺ ടു ഹെർസെൽഫ്. വലിയ അപകടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലം ബംഗാളാണ്. അസാമാന്യമായ വയലൻസും കൈക്രിയയും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ ബംഗാൾ നിങ്ങൾ കാശ്മീരിൽ 370 മാറ്റിയതിനേക്കാൾ ഗുരുതരമായ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിരിക്കും ബംഗാളിനുണ്ടാകുന്നത്. പക്ഷെ അതുണ്ടാവുമെന്ന് നമ്മൾ പോലും പറയുന്നു. കേന്ദ്ര സർക്കാരിന് അറിഞ്ഞുകൂടെ? അറിയാതിരിക്കില്ലല്ലോ. പിന്നെന്താ ഒന്നും ചെയ്യാത്തത്? അത് കേന്ദ്ര സർക്കാർ ഉത്തരം പറയേണ്ട കാര്യമാണ്. കേന്ദ്ര സർക്കാർ പലതും അവിടെ ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തിട്ടില്ല. അവർ അവരുടെ കയ്യിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാർഡുകൾ ഉള്ള ടീമാണിത്. നിസ്സാരക്കാരൊന്നുമല്ല. ഞാനിത് ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കമൻ്റ് ചെയ്യാതെ വിടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3ാം തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്നത്. ഇന്ത്യ പോലെ ഒരു ഇത്രയും ദുർഘടം പിടിച്ച ഒരു ജനാധിപത്യത്തിൽ 3 തവണ അധികാരത്തിൽ വരണം എങ്കിൽ നിസ്സാര സാമർഥ്യമൊന്നും അല്ലാതെ ഇതും ഇതിനപ്പുറമൊക്കെ കണ്ടവനാണ് മോദി. കാരണം ആ ഷഹീൻ ബാഗ് CAA സമരം, കാർഷിക സമരം, ഇതൊക്കെ ഓവർടേക്ക് ചെയ്തതാണ് പുള്ളി. പക്ഷേ TG തന്നെ പറഞ്ഞതുപോലെ ബംഗാൾ ഒരു സ്വതന്ത്ര രാജ്യം പോലെ നിൽക്കുകയാണ്. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് നിൽക്കുകയാണ് ബംഗാൾ. ഏകദേശം കേരളം അതുപോലെയല്ലേ? അത്രത്തോളം വഷളായിട്ടില്ല. അത്രത്തോളം വഷളായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഗുണ്ടകളാണ് അവിടെ ബംഗാളിൽ കളിക്കുന്നത്. ഇവിടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ അങ്ങ് പെരുമാറി തുടങ്ങിയിട്ടില്ല. ആ ക്രിട്ടിക്കൽ മാസ് വന്നിട്ടില്ല. ക്രിട്ടിക്കൽ മാസ് വന്നു കഴിഞ്ഞാൽ കേരളം അതുപോലെ പെരുമാറും. പിണറായി വിജയനൊക്കെ അവർ പറയുന്നത് കേൾക്കേണ്ടി വരും. ഇപ്പോൾ മമതാ ബാനർജി ഈ പ്രസംഗം നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ബംഗ്ലാദേശികൾക്ക് വേണ്ടിയിട്ടാണ്. അതെ, ഈ ബംഗ്ലാദേശികളെ വെച്ചിട്ടാണ് CPM അവരുടെ അധികാരം നിലനിർത്തിക്കൊണ്ടിരുന്നത്. CPMലെ ഒരു ഓൾമോസ്റ്റ് പ്രവർത്തകനാണ് പുള്ളി, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അയാൾ കടുത്ത CPM ആണ്. ആ നിലപാടൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് നിലപാട് മാറ്റി. എനിക്ക് ട്രാൻസ്ഫറായി വേറൊരു സ്ഥലത്ത് പോയി. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഒരിക്കൽ ഹെഡ് ഓഫീസിൽ വെച്ച് വീണ്ടും കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് മിത്രാജി? മിത്രാജി രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, എടോ താൻ പറഞ്ഞത് ശരിയാ, മിത്രാജിയുടെ സ്ഥലം റെയിൽവേ അക്വയർ ചെയ്തു, പുതിയ റെയിൽവേ ലൈൻ വരാനായിട്ട്. അപ്പോൾ മിത്രാജിക്ക് ഒരുപാട് ഭൂസ്വത്തൊക്കെ ഉണ്ട്. മിത്രാജിയുടെ അച്ഛൻ പറഞ്ഞു, പ്രതിഫലം വേണ്ട, വെറുതെ കൊടുത്തേക്കുന്നു. 1.5 കിലോമീറ്റർ നീളത്തിൽ മിത്രാജിയുടെ പാടത്തുകൂടെ റെയിൽവേ ലൈൻ പോകാനായിട്ട് അവർ മണ്ണൊക്കെ ഇട്ട് ഇങ്ങനെ വലിയ എംപാങ്ക്മെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അങ്ങനെയാണല്ലോ റെയിൽവേ പോകുന്നത്. പാടത്തൂടെ പോകുന്ന റെയിൽവേ ഇങ്ങനെ പൊക്കിപ്പണി. ഈ പണിഞ്ഞ സ്ഥലത്ത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കുടിൽ കെട്ടി അങ്ങ് താമസിച്ചു. 1.5 കിലോമീറ്റർ നീളത്തിൽ റെയിൽവേ ലൈൻ ഇടാൻ പറ്റിയില്ല. അങ്ങനെ കിടക്കുകയാണ്. സ്ഥലം കണ്ടവൻ്റെ കയ്യിൽ പോയി. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഈ CPMൻ്റെ കളി എത്ര ഭീകരമാണ്. അവനവൻ്റെ പാർട്ടി മെമ്പർമാരുടെ ഭൂമി പോലും ബംഗ്ലാദേശിന് കൊടുക്കുന്ന സ്ഥിതിയായി. അങ്ങനെയാണ് CPM തകർന്ന് അടിയുന്നത്. ഈ പറഞ്ഞ പഠനക്കാരും ബംഗാളിൽ പോകാറില്ല. എന്തുകൊണ്ട് CPM തകർന്നു എന്ന് മനസ്സിലാക്കാറില്ല. എന്നിട്ട് ആ ഗ്രൂപ്പിനെ അതുപോലെ മമത കൊണ്ടുപോയി അവരെ വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം മമതയുടെയും CPMൻ്റെയും ഭരണം തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഭരിക്കുന്നത്. ഇവരേകദേശം ഒരുപക്ഷെ 30% എത്തിക്കാണും ഇപ്പോൾ ബംഗാളിൽ. ബംഗ്ലാദേശികൾ അവരുടെ പിടിയിലാണ് മമതാ ബാനർജി. അനങ്ങാൻ പറ്റില്ല അവർക്ക്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചേ പറ്റുള്ളൂ. ആ പിടിയിൽ നിന്ന് വിടിയിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നുമില്ല. അവർ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാം, അത് എപ്പോൾ സ്ട്രൈക്ക് ചെയ്യണം എന്ന് നോക്കിയിട്ട് നിൽക്കുന്നതായിരിക്കാം. നമ്മളിത് കഴിഞ്ഞ 2 വർഷമായിട്ട് പറയുന്നുണ്ട്. അതെ അതെ അതെ. കാരണം ഞാൻ കളക്ട് ചെയ്ത ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞ് എവറിതിങ് ഈസ് അവൈലബിൾ വിത്ത് ഗവൺമെൻറ്. 386 വകുപ്പ് വെച്ച് മമതാ ബാനർജിയെ പിരിച്ചുവിടാനുള്ള സകല കാര്യങ്ങളും അവർ ചെയ്തു വെച്ച് കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ നരേന്ദ്രമോദിയെ അനങ്ങുന്നില്ല. അത് വേറൊരു ടൈപ്പ് ഫൈറ്റാണ്. ബട്ട് ഒരു കാര്യം, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് നരേന്ദ്രമോദി ഓൾസോ. ആ മനുഷ്യന് എപ്പോഴാണ് അടിക്കേണ്ടത് ആ അടിക്കാൻ നേരത്ത് നമ്മൾ വിസ്മയിച്ചു പോകും. മറ്റവനെ ഭസ്മമാക്കിക്കൊണ്ടുള്ള അടിയായിരിക്കും അടിക്കുന്നത്. അത് പലതവണ അങ്ങേര് തെളിയിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, 3 തവണ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആകണമെങ്കിൽ നിസ്സാരം എടുക്കല്ല അത്. അപ്പോൾ ബംഗാളിലൊരു അടി വരും ഉറപ്പായിട്ടും.
അത് ചിലപ്പോൾ ത്രിപുരയേക്കാൾ ദയനീയമായിരിക്കും ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്, പ്രതിപക്ഷത്തിന് കിട്ടാൻ പോകുന്ന അടി. ഏതായാലും നമ്മൾ ഒരു പ്രതീക്ഷയാണ്, ഈ പ്രതീക്ഷ ഒരുപാട് സമയത്തുണ്ടായി. ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല നടന്നപ്പോൾ ഒക്കെ ഉണ്ടായി. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു, ഒന്നും നടന്നില്ല, പ്രതീക്ഷിക്കാം. അല്ല, അങ്ങനെ ഒരു നിരാശയുടെ ടോണിലല്ല ഞാൻ പറയുന്നത്, യാഥാർത്ഥ്യബോധം വെച്ചിട്ടാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, അതാദ്യം മനസ്സിലാക്കുക. ജനാധിപത്യ രാജ്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഏകാധിപത്യ രാജ്യത്താണെങ്കിൽ ഇതൊക്കെ നടക്കും, ആരും ചോദിക്കാനും. പക്ഷെ മോദിയുടെ വിളിപ്പേര് ഫാസിസ്റ്റ് എന്നാ. അത് വിളിപ്പേര് അങ്ങനെ ഇരുന്നോട്ടെ, ബട്ട് ബേസിക്കലി അധികാരത്തിൽ വന്നതിൽ ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ് മോദിയുടെയാണ്. യു ടേക്ക് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയിട്ടില്ലേ ആളെ കളിച്ചത്, എല്ലാവരെയും പിടിച്ച് ജയിലിലിട്ടു. മോദി ആരെങ്കിലും ജയിലിലിട്ടോ? നെഹ്റു, ഇന്ദിരാഗാന്ധി ഇവർ നടത്തിയ യുദ്ധങ്ങളിലെല്ലാം തന്നെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. വാജ്പേയി കാർഗിൽ യുദ്ധസമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ മോദി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. ആ സമയത്ത് പ്രഖ്യാപിക്കാമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് അടിയന്തരാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. വലിയ പത്രങ്ങളുടെ ആൾക്കാർ ഇവരൊക്കെ റിസർച്ച് എന്താ ചേട്ടാ ഈ അടിയന്തരാവസ്ഥ, അവർക്കറിയില്ല, അതിൻ്റെ ഭീകരാവസ്ഥ അറിയില്ല. പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ഇട്ടതാണ്, കാണില്ല. ബട്ട് അത് ആ സ്റ്റെപ്പ് വരെ അവർ പോയിട്ടില്ല. ദാറ്റ് സ്റ്റെപ്സ് ആർ പെൻഡിങ്. ഏതായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ബീഹാറിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടട്ടെ, ഒപ്പം ബംഗാളിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. കാരണം അടുത്ത ഇലക്ഷൻ ബംഗാളിലാണ്, അവിടെയും SIR വേണ്ടി വരും. ബംഗാൾ, കേരളം, തമിഴ്നാട് ഒക്കെ ആ സമയത്ത് 26 തെരഞ്ഞെടുപ്പിലാണല്ലോ. പക്ഷെ ബംഗാളിൽ എങ്ങനെ SIR നടക്കും എന്നതാണ് ചോദ്യം, കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.